ഹൈ ഗൈസ്, ഇൻഫിനിറ്റ് അവൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലെ വൈഫൈക്ക് സ്ട്രെങ്ത് കുറവാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് നിങ്ങൾക്ക് വൈഫൈക്ക് റേഞ്ച് ഇല്ലേ, സിഗ്നൽ ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വൈഫൈ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. അതായത് വൈഫൈനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, റേഞ്ച് കൂട്ടാൻ വേണ്ടി, നിങ്ങളുടെ വൈഫൈ മോഡത്തിൻ്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊഡ്യൂളുകൾ മേടിക്കാൻ കിട്ടും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു വൈഫൈ റിപ്പീറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ പേര് ESP8266 അല്ലെങ്കിൽ 12E എന്ന് പറയുന്ന നോഡംസ്യു ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ഈ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വീട്ടിലെ വൈഫൈ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ റേഞ്ച് കൂട്ടാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിലൊരു വൈഫൈ റിപ്പീറ്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട 2 ഫയൽ വേണം. ഒരു ഫ്ലാഷ് ഡൗൺലോഡിൻ്റെ പിന്നെ ESPയുടെ ഫേംവെയറും ഉണ്ട്. ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ ഞാനിത് ഇവിടെ ഡെസ്ക്ടോപ്പിലുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലാഷ് ഓപ്പൺ ചെയ്യുക. ഫ്ലാഷ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഫ്ലാഷിൻ്റെ ഒരു exe ഫയൽ ഇതിനകത്തുണ്ടാകും. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടൈപ്പ് ചോദിക്കും. നമുക്ക് 2 ടൂൾസിൽ, അതായത് നമ്മുടെ ബോർഡ് ഏതാണെന്ന് ചോദിക്കും. അതിൽ എൻ്റെത് ESP8266 ആണ്. 12 ഉണ്ട്. അങ്ങനെ ഓരോരോ ബോർഡുകളുണ്ട്. അതിൽ 8 നോഡംസ്യു ആയതുകൊണ്ട് ESP8266 ആണ്. ഞാനത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു ടേബിൾ വരും. നമുക്ക് ഈ പുതിയൊരു ടേബിൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ആ 2 ഫയൽസ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ 2 ഫയൽസിൽ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ കൊണ്ടുപോയി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് വൈഫൈ റിപ്പീറ്റർ മാസ്റ്റർ, അതായത് ഈ ഫോൾഡറാണ്. അപ്പോൾ വൈഫൈ റിപ്പീറ്റർ മാസ്റ്റർ ഞാൻ എടുത്തു. അതിനകത്ത് ഫേംവെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫേംവെയർ കൊടുക്കുക. ആദ്യത്തെ ബിൻ ഫയൽ അത് ലോഡ് ചെയ്യുക. ഈ ബിൻ ഫയൽ ലോഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ആദ്യം നിങ്ങൾ ഈ നമ്പർ, അതായത് നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. സോ ഞാനിത് ഇവിടുന്ന് ഈസി ആയിട്ട് ഞാനത് ഇവിടുന്ന് ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നേരത്തെ നമ്മൾ എടുത്ത അഡ്രസ്സ് എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അതിനുശേഷം രണ്ടാമത്തെ എടുത്തതിന് ശേഷം രണ്ടാമത്തത് കൊടുക്കുക. രണ്ടാമത്തെ എടുത്തതിന് ശേഷം അവിടെ അതിൻ്റെ അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. 0. ഓക്കെ. ഇതിലിപ്പോൾ നമ്മൾ 2 കൊടുത്തു. അതിനുശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഈ 2 ക്ലിക്ക് ബോർഡും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 80 മെഗാഹെർട്സിലേക്കും നമ്മുടെ ഫ്ലാഷ് സൈസ് 32, അതായത് 32 MB ബിറ്റ്സിൻ്റെ നോഡംസ് എന്നുകൊണ്ട് 32 MB ബിറ്റാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ബോർഡിലേക്ക് ഈ 2 ഫേംവെയറുകളും അപ്ലോഡ് ആയതിനു ശേഷമാണ് നമുക്കിതിനെ റിപ്പീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് അതിന് ശേഷം നോക്കാം. ഇപ്പം നമ്മുടെ ഫുള്ള് 2 ഫേംവെയറുകളും ഇതിലകത്ത് നോഡംസിലോട്ട് ഫ്ലാഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളൊന്നുകൂടെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വൈഫൈ ഒന്ന് നോക്കാം. വൈഫൈയിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോഡംസി വൈഫൈ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ നമുക്കിവിടെ കാണാം MyAP എന്ന് പറയുന്നൊരു വൈഫൈ ഇവിടെ വന്നിട്ടുണ്ട്. MyAP എന്ന് പറയുന്നൊരു വൈഫൈ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് കണക്ട് ചെയ്യണം. അപ്പം ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുമെന്ന് നോക്കണം. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് ലാപ്ടോപ്പിൽ കണക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഇത് ലാപ്ടോപ്പിൽ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കോൺഫിഗറേഷൻസ് കാണിച്ചു തരാം. ലാപ്ടോപ്പിൽ കണക്റ്റ് ആയില്ല, അതുകൊണ്ട് ഞാൻ മൊബൈലിലേക്ക് ആക്കി. അതിൽ ഞാൻ വൈഫൈ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് MyAP എന്ന് പറയുന്നൊരു ടെതറിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ടെതറിങ്ങിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തു. ലാപ്ടോപ്പിൽ മൊബൈൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കണക്റ്റ് ആവുന്നില്ല. സോ അത് ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് കോൺഫിഗറേഷൻ, അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 192.168.1.1 എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രോമിൽ, അതായത് ഈ ക്രോമിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യണം? ഇവിടെ സെർച്ച് ചെയ്യണം. അതായത് 192.168.1.4.1 എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതായത് ഈ വൈഫൈ കണക്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ നിങ്ങളിവിടെ SSID കൊടുക്കണം. SSID എന്ന് പറയുന്നത് എൻ്റെ ഈ ഫോണിൻ്റെ ടെതറിങ്ങിൻ്റെ SSID എന്ന് പറയുന്നത് ക്രിസ്റ്റോ എന്നാണ്. സോ എൻ്റെ പേരാണ്. ഞാൻ അതിൻ്റെ SSID കൊടുത്തു. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ പാസ്വേഡ് 1 2 3 4 5 6 7 8 9 വരെയാണ്. അതായത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് സ്റ്റേഷൻ്റെയാണ്. അതായത് നിങ്ങളുടെ ഏത് സ്റ്റേഷനാണോ വരുന്നത്, അതായത് ഏത് ബ്രോഡ്ബാൻഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, ആ ബ്രോഡ്ബാൻഡിൻ്റെ SSIDയും പാസ്വേഡും കൊടുക്കുക.
അതിനുശേഷം കണക്റ്റ് കൊടുക്കുക. അപ്പം ഇത് നേരെ അങ്ങോട്ട് കണക്റ്റ് ആവും. അതിനുശേഷം കോൺഫിഗറേഷനിൽ പോവുക. കോൺഫിഗറേഷനിൽ ഒന്നുകൂടെ ചെല്ലുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈ AP എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റിപ്പീറ്ററിൻ്റെ SSID ആണ് കൊടുക്കേണ്ടത്. ഇതിൽ രണ്ടാമത്തെ AP അഡ്രസ്സ്, അതായത് നമ്മുടെ റിപ്പീറ്ററിൻ്റെ AP അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ നമ്മൾ ക്രിസ്റ്റോ 1 എന്ന് പറഞ്ഞിട്ട് ഒരു SSID ഞാൻ കൊടുത്തു. അതിന് താഴെ പാസ്വേഡായിട്ട് സെയിം പാസ്വേഡ് തന്നെ 1 2 3 4 5 6 7 8 9 സെയിം പാസ്വേഡ് കൊടുത്തു. അതിൽ സെക്യൂരിറ്റി WPA 2 കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ സെറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഇതും കണക്റ്റായി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 റിപ്പീറ്റർ അല്ലെങ്കിൽ 2 ഹോട്ട്സ്പോട്ടുകൾ കാണും. ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്, അതിലൊരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡിൻ്റെ കണക്ഷൻ വരുന്നത്. അത് ഏത് ഹോട്ട്സ്പോട്ടാണ് ആ ഹോട്ട്സ്പോട്ട്, ഈ റിപ്പീറ്റർ ആ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഹോട്ട്സ്പോട്ട് വഴി നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു സൈഡിലാണ് നിങ്ങളുടെ റിപ്പീറ്റർ ഇരിക്കുന്നത്, വേറൊരു സൈഡിലാണ് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഇരിക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങളുടെ റിപ്പീറ്ററും ഒരു സൈഡിൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ടുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ടിൽ നിന്നും, അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും റിപ്പീറ്ററിലേക്ക് കണക്ഷൻ വരികയും റിപ്പീറ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് തരും. അതായത് 2 സൈഡിലായിട്ടായിരിക്കും ഇത് രണ്ടും വർക്ക് ചെയ്യുക. അപ്പോൾ താഴത്തെ നിലയിൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ബ്രോഡ്ബാൻഡ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മുകളിലത്തെ നിലയിൽ റേഞ്ച് വരുന്നില്ല എങ്കിൽ ഏറ്റവും മാക്സിമം ബ്രോഡ്ബാൻഡിൻ്റെ റേഞ്ച് കിട്ടുന്ന എവിടെയാണോ അവിടെ കൊണ്ട് ഈ റിപ്പീറ്റർ പ്ലേസ് ചെയ്യുക. വയസ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം കാണാം കണ്ടോ. ക്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ കണക്ഷനും കാണാം. അതായത് ക്രിസ്റ്റോ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ റിപ്പീറ്ററിൻ്റെ കണക്ഷൻ നമുക്ക് കാണാം. നമുക്ക് റിപ്പീറ്ററിൽ കണക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ നേരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ആയാലും ജസ്റ്റ് കണക്റ്റ് ആവുള്ളൂ. സോ ഞാൻ എൻ്റെ ഫോണിലെ നെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമുക്കിവിടെ നെറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായല്ലോ റിപ്പീറ്റർ എങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിപ്പീറ്റർ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. റിപ്പീറ്ററിന് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. 2 റിപ്പീറ്റർ, ഒന്ന് റിപ്പീറ്ററാണ്, ഒന്ന് നമ്മുടെ ഹോട്ട്സ്പോട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. അതിൻ്റെ പാസ്വേഡുമായിട്ട് കണക്ട് ചെയ്യുക. 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് രണ്ടിനും ഒരേ പാസ്വേഡ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് കണക്ഷൻ ലോസ്റ്റ് ആകുമ്പോൾ മറ്റേതിലേക്ക് തന്നെ കയറി കണക്ട് ആയിക്കോളൂ ഒരു തവണ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് 2 റിപ്പീറ്റർ നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണക്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ 1 എന്ന് പറയുന്നത് നമ്മുടെ റിപ്പീറ്ററിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിപ്പീറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സ്പീഡ് ഒരു ഏകദേശം കുറവാണ്. കാരണം എനിക്കിവിടെ ജിയോയ്ക്ക് റേഞ്ച് വളരെ കുറവായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ജിയോയുടെ സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സ്പീഡ് വരാത്തത്. നിങ്ങൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആകുമ്പോഴത്തേക്കും അതേപോലെ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ.